യെസ്. സോ നമ്മൾ കാത്തിരുന്ന നമ്മുടെ KSന്റെ എക്സാം കഴിഞ്ഞു. ഇപ്പൊ എല്ലാവരും കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, എത്ര മാർക്ക് ഉണ്ടെങ്കിൽ മെയിൻസ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം, എത്ര മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അല്ല സേഫ് ആയിട്ട് പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ ഇത്ര മാർക്ക് എനിക്കുണ്ട് ഞാൻ പഠിക്കണം, അങ്ങനെയുള്ള ഒരുപാട് മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ കൂടിയിട്ടുള്ള ഒരു ഉത്തരവാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം, ഇവിടെ നമ്മൾ ആൻസർ കീ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ആൻസർ കീ എന്താണെന്നും പറയുന്നൊന്നുമല്ല. നമ്മളിവിടെ ഈ ഒരു പേപ്പറിന്റെ ഡിഫിക്കൽട്ടി ലെവൽ നോക്കും. അതേപോലെ തന്നെ ഒരു പേപ്പറിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നല്ല രീതിയിൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് എത്ര മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ ഇവിടുത്തെ മാറ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ, കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്യില്ല. ഓക്കെ, കട്ട് ഓഫ് പ്രഡിക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മളൊരു സേഫ് സ്കോർ, ഓക്കെ, കട്ട് ഓഫ് എന്ന് ഞാൻ പറഞ്ഞാലും അതിന്റെ അർത്ഥം സേഫ് സ്കോർ ആണ്, അല്ലെ? നമ്മൾ റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കുകയാണെങ്കിൽ, റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പഠിക്കുന്നിരിക്കുകയാണെങ്കിൽ ഒരുപാട് പേരല്ല നമ്മൾ ചിലപ്പോൾ ലിസ്റ്റിൽ വരണം എന്നില്ല. അപ്പൊ അതിന് മുന്നോടിയായിട്ട് എത്ര മാർക്ക് കിട്ടിയവര് ഈ എക്സാം മെയിൻസ് എക്സാം പ്രിപ്പയർ ചെയ്യണമെന്ന് പറയേണ്ട ഒരു സെക്ഷനാണ്. അതിനു മുന്നോടിയായി നമുക്കറിയാം, കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ തവണ ഇതേപോലെ തന്നെ 2019 നോട്ടിഫിക്കേഷൻ വന്നു, എക്സാം കഴിഞ്ഞു. ആ സമയത്ത് ഒക്കെ നമ്മളൊക്കെ പോയി എക്സാം എഴുതിയതാണ്. ആ സമയത്ത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നിങ്ങൾ ഒരുപാട് പേർക്ക് ഓർമ്മയുണ്ടാവും അല്ലെ? 110 മാർക്ക് വേണം, 100 മാർക്ക് വേണം, അല്ല 105 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മെയിൻസ് എഴുതാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ചു. UPSC ഉദ്യോഗാർത്ഥികൾ വന്നിട്ട് ഇത് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ 100 മാർക്കിന് മുകളിൽ എന്തായാലും വേണം, അല്ലാത്തവർ പഠിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായിട്ട് അല്ലെ യൂട്യൂബിലും അവിടെ ഇവിടെയും ഒക്കെ ഇങ്ങനെ കമന്റ്സ്. അതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോസിന്റെ താഴെ കമന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും 90 മാർക്ക് ഉണ്ട്, 90 മാർക്ക് ഉണ്ട് അല്ലെ? എല്ലാവർക്കും 90 മാർക്ക് ആകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്തുകൊണ്ട് 77 വന്നു? സോ ദ തിങ് ഈസ് ദാറ്റ് 100 മാർക്കൊന്നും എന്തായാലും കട്ട് ഓഫ് പോകില്ല. 100, 110 എന്തായാലും കട്ട് ഓഫ് പോകില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അല്ലെ? പിന്നെ ഒരു റീസൺ പറയുന്നത് ശരിയാണ്, നമ്മള് PSC ഉദ്യോഗാർത്ഥികൾ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് കണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പഴയ പോലെയല്ല, 2019 പോലെയല്ല, 2020 പോലെയല്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് ശരിയാണ്, അതൊരു ഫാക്ടർ തന്നെയാണ്. എന്നിരുന്നാലും കുറച്ച് ഫാക്ടേഴ്സ് നിങ്ങൾ നോക്കുക ഇതിന് മുന്നോടിയായിട്ട്. എക്സാം പ്രഷർ ആൻഡ് ടൈം മാനേജ്മെന്റ്, ഇതാണ് ഇന്നലത്തെ എക്സാമിന്റെ ഫസ്റ്റത്തെ പ്രയോറിറ്റി. ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത്, ടെസ്റ്റ് സീരീസ് പ്രാക്ടീസ് ചെയ്യുക. ടെസ്റ്റ് സീരീസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടൈം മാനേജ്മെന്റ്, കുറെ എക്സാം ഹാളിൽ ക്ലോക്ക് ഉണ്ട്, കുറെ എക്സാം ഹാളിൽ ക്ലോക്ക് ഇല്ല. അതൊക്കെ PSCയുടെ പ്രശ്നങ്ങളാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ടൈം മാനേജ്മെന്റ് ചെയ്തവൻ ഇന്നലെ ഉണ്ടായിട്ടുണ്ടോ? ആരൊക്കെ ടൈം മാനേജ്മെന്റ് ചെയ്തു? ആരൊക്കെ 100 ക്വസ്റ്റ്യൻസ് 2 പേപ്പറിലും കണ്ടു? 200 ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ട് വായിച്ചവർക്ക് ഡെഫിനറ്റ്ലി ഒരു എഡ്ജ് ഉണ്ടാവും, ഇല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. സോ എക്സാം പ്രഷറിൽ ടൈം മാനേജ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്, അത്ര എളുപ്പമൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന പോലെ അല്ലെ ഭയങ്കര എളുപ്പത്തില് ടൈം മാനേജ്മെന്റ് അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റില്ല. ഇറ്റ് ഈസ് വെരി വെരി പ്രശ്നമാണ്. എക്സാം പ്രഷറും ടൈം മാനേജ്മെന്റ് ഒരു ഫാക്ടറാണ്. വീട്ടിലിരുന്ന് എഴുതുന്നവന് 95 കിട്ടും, അത് നേരെ പോയി എക്സാമിനേഷൻ ഹാളിൽ പോയി എഴുതിയാൽ 80 മാർക്കായി. സോ ആ ഒരു ഡിഫറൻസ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം. അറ്റൻഡൻസ് ഈസ് എ മാറ്റർ. 52% അറ്റൻഡൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് പല ക്ലാസ്സുകളിലും 50% ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിട്ടില്ല. അതായത് 20 പേരുടെ ഒരു ക്ലാസ് ആണെങ്കിൽ 10 പേര് ഉണ്ടായിട്ടില്ല. അറ്റൻഡൻസ് ഒരു മാറ്റർ ആണ്. ഈ അറ്റൻഡൻസ് നിങ്ങൾക്ക് ഇന്നലെ കണ്ടിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് എത്ര പേരാണ്? 1,86,000. ഓക്കെ, എക്സ്പ്രോക്സിമേറ്റ് കണക്ക്. ഇതിൽ 50% എന്നൊക്കെ പറയുമ്പോൾ 97,000 അപ്രോക്സിമേറ്റ് കണക്കാണ് അല്ലെ? ഇത്രയും പേര് എക്സാം എഴുതിയിട്ടുണ്ട്. ഇത്രയും പേരില് എത്ര പേര് സീരിയസ് ആയിട്ടുള്ളവരുണ്ടാവും അല്ലെ? ഈ സംഖ്യ കണ്ടും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ബിലീവ് മീ, ഇതില് KSന് വേണ്ടി പഠിച്ച് മാത്രം എക്സാം എഴുതിയവര് 25K 30K ഇടയിലായിരിക്കും. ഇവരായിരിക്കും റിയൽ ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ്.
ചുമ്മാ വന്ന് എക്സാം എഴുതി ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും അല്ല. ചുമ്മാ പോയി എക്സാം എഴുതി നോക്കുമ്പോൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ട് അല്ല. സോ അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം, അതൊക്കെ വേറെ കാര്യമാണ്. വേക്കൻസി മറ്റൊരു ഫാക്ടറാണ്. പലരും ഇത് പറയുന്നില്ല. പല ഇൻസ്റ്റിറ്റ്യൂട്ടും ഇത് പറയാതെയാണ് അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ആക്ച്വലി ഇത് ശരിക്കും പറയണം. വേക്കൻസി ഒക്കെ 11 വേക്കൻസിയേ ഉള്ളൂ. ഈ 11 വേക്കൻസിയിൽ കൂടാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഒരു സാധ്യതയും കാണുന്നില്ല. ഈ 11 വേക്കൻസി എന്നൊക്കെ പറയുമ്പോൾ ജനറൽ വിഭാഗത്തിന് 5 വേക്കൻസിയെ കിട്ടുള്ളൂ. അതൊക്കെ വേറെ കാര്യങ്ങളാണ്. എന്നിരുന്നാലും നിങ്ങളത് മനസ്സിലാക്കണം. ഓക്കെ, ഈ 11 വേക്കൻസികളിൽ ഒരു ജനറൽ കാറ്റഗറിയിൽ ഉദ്യോഗാർത്ഥി ഏതിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ജോലി ഉറപ്പാവുന്നുള്ള കാര്യവും നിങ്ങൾ കൺസിഡർ ചെയ്യണം. ജനറൽ കാറ്റഗറി മാത്രമല്ല, റിസർവ് ആയിട്ടുള്ളവരും ആലോചിക്കണം. സോ വേക്കൻസി ഈസ് എ മേജർ പ്രോബ്ലം. ഈ കട്ട് ഓഫ് നിർണ്ണയിക്കാൻ പോകുന്നതും ഇവനാണ്, ഈ വേക്കൻസിയാണ്. ദ അതർ തിങ് ഇസ് ദ ഡിലീഷൻസ്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആൻസർ കീ ഓൾറെഡി യൂട്യൂബിൽ ഒക്കെ അവരൊക്കെ ലൈവായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ദർ ആർ മിസ്റ്റേക്സ്, ബിലീവ് മീ, ദർ ആർ മിസ്റ്റേക്സ്. PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ പോലും മിസ്റ്റേക്കുകൾ ഉണ്ടാവും. നമ്മുടെ മാർക്ക് എപ്പോഴും നമ്മളൊരു സേഫ് സ്കോർ, ഞാൻ ഇവിടെ പറയുന്ന ഈ സേഫ് സ്കോർ എപ്പോഴും ഫൈനൽ ആൻസർ കീ ബേസ്ഡ് ചെയ്തിട്ടാണ്. ഓക്കെ, പ്രൊഫഷണൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. ഏകദേശം എന്റെ ഒരു മാർക്ക് ഇത്ര ഉണ്ട്. പിന്നെ ഡിലീഷൻസ് പോകുന്നൊരു ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ എന്തായാലും ഒരു 5 ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ഡിലീഷൻ പോകേണ്ടതുണ്ട്. ഉത്തരമില്ല. 5 ഞാൻ പറഞ്ഞത് മിനിമം മാത്രമാണ്. ദർ ഇസ് എ പോസിബിലിറ്റി ഒരു 8 ക്വസ്റ്റ്യൻസ് വരെ ഡിലീഷൻ പോവാം. അത് PSCയുടെ ഡിസിഷനാണ്, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ ഉള്ളത് സില്ലി മിസ്റ്റേക്സും നെഗറ്റീവ്സും. നെഗറ്റീവ്സ് മാർക്ക് ഉണ്ടാവും, പക്ഷെ ഒരുപാട് നെഗറ്റീവ് അടിച്ചു. 50-50 ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട്. ഇതും ഒരു ഫാക്ടറാണ്. ലക്കും ഒരു ഫാക്ടർ തന്നെയാണ് ഇന്നലത്തെ എക്സാമ്പിൾ, ഇല്ലാന്ന് ഞാൻ പറയില്ല. സില്ലി മിസ്റ്റേക്സ് ചെയ്തവരുണ്ടാവും. സോ പേപ്പർ 1ന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ മുഴുവനായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞു. സോ പേപ്പർ 1 നമുക്കറിയാം, ഞാൻ ഇവിടെ എന്താ പറയാ ഭയങ്കര ഡീപ്പായിട്ടുള്ള അനലൈസിസിലൊന്നും പോകുന്നില്ല. അത് നമുക്ക് പിന്നീട് ചെയ്യാം. ഇതൊരു സേഫ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഒരു സേഫ് സ്കോർ പ്രഡിക്ഷൻ. സോ നമ്മൾ 2ആയി തരംതിരിക്കുന്നു, GK പോർഷൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. നല്ല രീതിയിൽ പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് ഡെഫിനറ്റ്ലി ഹി ക്യാൻ സ്കോർ 25 മാർക്സ് ഇൻ പേപ്പർ 1. ബിലീവ് മീ. ഓക്കെ, 25 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. മിനിമം ആണ് ഞാൻ പറയുന്നത്, ഇതിൽ കൂടുതൽ സ്കോർ ചെയ്തവരുണ്ടാവും. 25നും 30നും ഇടയിൽ സ്കോർ ചെയ്ത ഒരുപാട് പേരുണ്ടാവും. ആൻഡ് അതും പേപ്പർ 1ന്റെ കേസിൽ അത് നല്ല മാർക്ക് തന്നെയാണ്. മാത്തമാറ്റിക്സ് 15 മാർക്കിനാണ്, അറിയാം നമുക്ക്. അതിൽ ഒരു 7 മാർക്ക് 8 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത്. ചില ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആയിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. ഇറ്റ് വാസ് വെരി ടൈം കൺസ്യൂമിങ് അല്ലെ. ഈ മാത്തമാറ്റിക്സ് മൊത്തം ചെയ്ത് ഇങ്ങോട്ടേക്ക് പോയവരാണെങ്കിൽ അവർക്ക് ടൈം കിട്ടിയിട്ടുണ്ടാവില്ല GK മൊത്തം വായിച്ചു തീർത്ത് ഉത്തരത്തിൽ എഴുതാൻ. ഇനി GK ഫസ്റ്റ് എഴുതിയവര്, GK ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തവര് ഇങ്ങോട്ടേക്ക് അത് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. എന്നിരുന്നാലും അറിയുന്നത് മാത്രം പിക്ക് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചത്. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, അതേപോലെ തന്നെ സാധു പരിപാലന സംഘം, അതേപോലെ കുറെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ പിക്ക് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുന്നവരുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. പേപ്പർ 1 യെസ്, സിമ്പിൾ ആണ് അല്ലെ. 11 സിമ്പിൾ ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ, 13, 14, 15 ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പിക്ക് ചെയ്ത് എടുത്തവരുണ്ടാവും. ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ലീവ് ചെയ്യണം. ഓക്കെ, അതാണ് ഇത്. ഈ ഇന്നലത്തെ KS എക്സാമിന് വേണ്ടത് മാത്രം അറ്റൻഡ് ചെയ്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്തവരായിരിക്കും ഈ പറഞ്ഞ പോലെ ലിസ്റ്റിൽ കയറുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ.
obviously there were യെസ്, ഞാൻ ഓൾറെഡി പറഞ്ഞത്. ആൻസർ കീയും എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും പേപ്പർ 1 ഒരു ഉദ്യോഗാർത്ഥിക്ക്, അതായത് നല്ല രീതിയിൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് ഡെഫിനറ്റ്ലി ഹി ക്യാൻ സ്കോർ ബിറ്റ്വീൻ 35 to 40. 35-ഉം 40-നും ഇടയിൽ 15ന്റെ ആൻസർ എന്തുവാ? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ആൻസർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല. ഓക്കെ, ആൻസർക്ക് എക്സ്പ്ലനേഷൻ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് ടൈം എടുക്കും. അപ്പൊ 35 to 40 മാർക്സ് എന്തായാലും പേപ്പർ 1 നല്ല രീതിയിൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഔട്ട് ഓഫ് 100 ആണ്. ഓരോ സബ്ജക്റ്റും നമ്മൾ എടുത്ത് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മളിപ്പോ എടുക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയിൽ എടുക്കുകയാണെങ്കിൽ കുറച്ച് ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ഒക്കെ ബുദ്ധിമുട്ടാണ്. പോളിറ്റിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ സെക്ഷൻ വൈസ് ആയിട്ട് നമ്മൾ പോകുന്നില്ല. കഴിഞ്ഞ തവണത്തെ KS എക്സാമിനേക്കാൾ ഈ തവണത്തെ എക്സാം എളുപ്പമായിരുന്നു, പാടായിരുന്നു? ഈ തവണത്തെ എക്സാം പാടായിരുന്നു. ഓക്കെ, കഴിഞ്ഞ തവണത്തെ എക്സാം ഞാൻ എഴുതിയതാണ്. ആ സമയത്ത് അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ഈ സമയത്ത് ഇത് ഡിഫിക്കൽട്ട് ആണ്. റൈറ്റ്. പേപ്പർ 1 ഓവറോൾ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് പേപ്പർ ഡിഫിക്കൽട്ട് ആയിരുന്നു. പേപ്പർ 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പേപ്പർ 1 കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരുന്നു. ഓക്കെ, കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നു. അതായത് പിക്ക് ചെയ്ത് എടുക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാക്സും അതേപോലെ പിക്ക് ചെയ്ത് എടുത്തവർക്ക് 35 മാർക്കൊക്കെ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ മതി. സൗണ്ടിന് കുഴപ്പമുണ്ടോ? നല്ല മഴയാണ്, അതുകൊണ്ട് സൗണ്ടിന് പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. വേറെ ആർക്കെങ്കിലും സൗണ്ടിന് പ്രശ്നമുണ്ടോ? വേറെ ആർക്കെങ്കിലും സൗണ്ടിന് പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ, സോ പേപ്പർ 1 കാര്യം ഞാൻ പറഞ്ഞു. നമുക്ക് പിന്നീട് ഒരു സെക്ഷൻ ഒക്കെ വെച്ചിട്ട് എന്താണ് ഓരോ ക്വസ്റ്റ്യനും ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാം. ഇനിയിപ്പോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് മെയിൻസ് എഴുതാൻ പോകുന്നവർക്കൊക്കെ ഈ പേപ്പർ ഒരു മോഡലാണ്. 2 എക്സാം ആയിട്ട് കഴിഞ്ഞതാണല്ലോ. അടുത്ത നമ്മൾ പേപ്പർ 2 കേസ് എടുക്കുകയാണെങ്കിൽ പേപ്പർ 2 പേപ്പർ 1 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് റിലേറ്റീവ്ലി ഈസി. ആ ഈസി എന്ന് പലരും പറയാനുള്ള കാരണം ഇംഗ്ലീഷും മലയാളവും തന്നെയാണ്. ഇംഗ്ലീഷും മലയാളം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷും മലയാളത്തിലും നിങ്ങൾക്ക് സുപ്രീം ആയിട്ടുള്ള ഒരു കമാൻഡ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ എന്തായാലും പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യും. 50 മാർക്കാണ്. ഇതിൽ എത്രത്തോളം മാക്സിമം മാർക്ക് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതായിരിക്കും നിങ്ങൾ ഈ പറഞ്ഞ പോലെ മെയിൻസ് എഴുതാനുള്ള നിങ്ങളുടെ സാധ്യത ഇൻക്രീസ് ആവും. എഗെയിൻ സെയിം തിങ്, ടൈം മാനേജ്മെന്റ് ചെയ്തവര് ഇവിടെയും അവർക്ക് എന്താണ് ടോട്ടൽ GK 20 to 25 മാർക്സ് വാങ്ങായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവബിൾ ആയിരുന്നു കേട്ടോ. പേപ്പർ 2 നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ, അതായത് ഈ റീസണിങ് പോലത്തെ ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് ദി ഒബ്ജക്റ്റീവ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ ഉത്തരത്തിലേക്ക് എത്താം. അവിടെ ഒന്നും എലിമിനേഷൻ ടെക്നിക്കിന്റെ ആവശ്യമൊന്നുമില്ല. എന്ത് എലിമിനേഷൻ ടെക്നിക്കാണ്? പേപ്പർ 2 ഞാൻ കാണിച്ചു തരാം. കുറച്ച് ക്വസ്റ്റ്യൻസ് സ്നേഹ കറക്റ്റ് ആണ്. പേപ്പർ 2 കുറച്ച് ക്വസ്റ്റ്യൻസ് ലോജിക്ക് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ 27th ക്വസ്റ്റ്യൻ ലോജിക് ആണ്. ആർദ്രം മിഷൻ ഞാൻ കാണിച്ചു തരാം. സ്കോപ്പ് ഓഫ് ദി സയൻസ് ആൻഡ് ടെക്നോളജി അല്ല, റിയാസ് സുൽത്താൻ അങ്ങോട്ട് വരാം. അതെ ഞാൻ പറഞ്ഞ, അതായത് പേപ്പർ 2 ചില ക്വസ്റ്റ്യൻസ് പേപ്പർ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എലിമിനേഷൻ ടെക്നിക് ഒന്നുമല്ല. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്താണ് ഈ 4 എക്സ്പ്ലനേഷനും ഈ 4 ഓപ്ഷൻസും നിങ്ങൾ വായിച്ചാൽ ഉത്തരത്തിലേക്ക് എത്താം.
ഓക്കെ, സിമ്പിൾ ആയിട്ട് ലോജിക് വെച്ചെത്താം. പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് നാഷണൽ പോളിസീസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അതേപോലെ തന്നെ മിസൈൽ മാന്, ICT, ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ബെനിഫിറ്റ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ്, അല്ലെ? ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടോ, ദേ ആർ ഓൺലി ആപ്ലിക്കബിൾ, അല്ല ഓൺലി ആപ്ലിക്കബിൾ എന്നൊക്കെ പറയുമ്പോൾ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ് ഉത്തരത്തിലേക്ക് എത്താം. അതായത് ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സോൾവബിൾ ആയിരുന്നു, ചില ക്വസ്റ്റ്യൻസ് അല്ല, ഞാൻ എണ്ണി നോക്കി അപ് ടു 6 to 7 ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ സോൾവബിൾ ആയിരുന്നു. ഇനി ഇത് ആർക്കാ കിട്ടുക? ഈ മാർക്ക് ആർക്കാ കിട്ടുക? എല്ലാവർക്കും കിട്ടോ? ഇല്ല. ഈ മാർക്ക് കിട്ടാൻ പോകുന്നവര് 100 ക്വസ്റ്റ്യനും വായിച്ചവർക്കായിരിക്കും ഇത് കിട്ടുക. നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറയുന്നത് ടൈം മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ടൈം മാനേജ് ചെയ്യാൻ പറ്റിയവർക്ക് ഡെഫിനറ്റ്ലി എഡ്ജ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഒരു എഡ്ജ് ഉണ്ടാവും. ഇതാ നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ, അല്ലെ? ഇതൊക്കെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി ചില ക്വസ്റ്റ്യൻസ്, ഓക്കെ, നമ്മുടെ എക്കണോമിക്സിന്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾ അവിടെ എലിമിനേഷൻ ടെക്നിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാവും. എക്കണോമിക്സ് ആയിരുന്നു ഈ പേപ്പറിലെ ഡിഫിക്കൽട്ട് പോർഷൻ. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. യെസ്, അത് ശരിയാണ്, മാത്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. ബട്ട് ഐ തിങ്ക് അതങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, ഈ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ് നമ്മൾ പറയുന്ന പോലെ അല്ല, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. മാത്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ക്വസ്റ്റ്യനും വായിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവും ഇല്ല. പേപ്പർ 2 എല്ലാ ക്വസ്റ്റ്യനും ഐ ഡോണ്ട് ബിലീവ്. ഓക്കെ, ഒരുപാട് പേര് 100 ക്വസ്റ്റ്യനും വായിച്ചിട്ടുണ്ടാവില്ല. ആദ്യം എന്ത് ചെയ്യും? മലയാളവും ഇംഗ്ലീഷും അറ്റംപ്റ്റ് ചെയ്ത് വരുമ്പോഴേക്ക്, ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്ക് ടൈം കുറയും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ GK പോർഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ടൈം കുറയും. ഈ ക്വസ്റ്റൻ ഒക്കെ ഡിലീഷൻ പോകേണ്ട ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ, യെസ്, ഇവിടെയൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എലിമിനേഷൻ ടെക്നിക് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 11ാമത്തെ ക്വസ്റ്റൻ നോക്കൂ നിങ്ങൾ, അല്ല, ഇവിടെയൊക്കെ നിങ്ങൾ എലിമിനേഷൻ ടെക്നിക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം UPSCയുടെ എലിമിനേഷൻ ടെക്നിക്ക് പ്രകാരം നമുക്കറിയാം ഈ കിലോമീറ്റർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലെങ്ത്, ഡേറ്റ് അതൊക്കെ വരുമ്പോൾ തെറ്റാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഡെഫിനറ്റ്ലി സ്നേഹ, ശരിയാണ്. ചാറ്റ് ഗ്രൂപ്പ് ഇത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? UPSCയുടെ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവും. 34,000 കിലോമീറ്ററിന്റെ കണക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ബി തെറ്റായിരിക്കും. ബാക്കി ഇത് രണ്ടും, ഭാരത്മാല പരിയോജന എന്ന് പറയുമ്പോൾ അറിയാലോ, ഭാരത്മാല അല്ലെ, റോഡുമായിട്ടുള്ള എന്തോ സംഭവമാണെന്നുള്ള കാര്യം നമുക്കറിയാം. മിക്കവരും എന്ത് ചെയ്തിട്ടുണ്ടാവും? A മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? ദിസ് കൈൻഡ് ഓഫ് തിങ്സ്, ഈ എലിമിനേഷൻ ടെക്നിക്കുകൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ അറിയാത്തവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇങ്ങനെയുള്ള നെഗറ്റീവ്സുകൾ വാരിക്കോരി അടിച്ചിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി ബിലീവ് ചെയ്തോ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. ഡെഫിനറ്റ്ലി ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ എലിമിനേഷൻ ടെക്നിക്കിന്റെ പ്രശ്നം. അങ്ങനെ ഈ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ UPSCയുടെ മറ്റൊരു എലിമിനേഷൻ ടെക്നിക്കാണ് എന്ത്? ശതമാന കണക്കുകൾ വന്നാൽ ആ ക്വസ്റ്റ്യൻ തെറ്റായിരിക്കും. ശതമാന ക്വസ്റ്റ്യൻ വന്നാൽ ആ ക്വസ്റ്റ്യൻ തെറ്റായിരിക്കും. ഇതിൽ 3 സ്റ്റേറ്റ്മെന്റിലും അല്ലെ ശതമാനം വന്നിട്ടുണ്ട്, 2 സ്റ്റേറ്റ്മെന്റിൽ ശതമാനം വന്നിട്ടുണ്ട്. ഏതാണ് തെറ്റ്? യെസ്, ന്യൂസിന്റെ ബി ആണ് ആൻസർ. ഓക്കെ, ഭാരത്മാല പരിയോജന മോസ്റ്റ് പ്രോബബിൾ ആൻസർ ബി ആണ്. ഇനിയിപ്പോ PSC എന്താ തരുന്നതെന്ന് അറിയില്ല, ബി ആണ് വരേണ്ടത്. ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആർക്കും റിമെമ്പർ ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ഇത് 0.644 അല്ലെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ലീവ് ചെയ്യണം. ഇതിലൊന്നും നിങ്ങൾ ഡിഗ്രി മെയിൻസ് ഇന്നലെ വന്ന ഇല്ല, എക്കണോമിക്സ് ഇല്ല. റിയാസ് സുൽത്താന, ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, PSC എക്കണോമിക്സിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ സിലബസ് വ്യത്യാസമുണ്ട്. ബട്ട് എന്നിരുന്നാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചേഞ്ചസ് വരുത്തണം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ്?
പെർസെന്റേജിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം, മെയിൻസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച്. LSDയുടെ മെയിൻസിൽ നമുക്ക് ഈ ഒരു എന്താ പറയാ ഒരു ഇത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ KSന്റെ എക്സാം കഴിഞ്ഞതോടുകൂടി എന്തായാലും ഉറപ്പായി ഇനിയുള്ള എല്ലാ പേപ്പർ 2ന്റെ എക്സാംസിനും നമുക്ക് ശതമാനവും പെർസെന്റേജും ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് ഇനി നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണ്, ഈ പറഞ്ഞ റവന്യൂ ഡെഫിസിറ്റ് എന്താണ്, എത്ര ശതമാനമാണ്, പീരിയോഡിക് ലേബർ ഫോഴ്സിൽ വരുന്ന എത്ര ശതമാനമാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെപ്ത് ആയിട്ട് പഠിക്കേണ്ടി വരും. എസ്പെഷ്യലി ദിസ് പോയിന്റ്. ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് കിട്ടാതിരിക്കാനുള്ള ഏറ്റവും സിമ്പിൾ വേ ആണ് എന്താണ്, കാൽക്കുലേഷൻ അങ്ങോട്ട് കൊടുക്കുക. ഒരുത്ത ഓർമ്മ ഉണ്ടാവില്ല, ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ PSCയുടെ ടെക്നിക്കാണ് ഒന്ന് കാൽക്കുലേഷൻസ് കൊടുക്കുക. കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള കാൽക്കുലേഷൻസും, ഇത്ര കിലോമീറ്റർ ആണ്, ഇത്ര ഈ പറഞ്ഞ പോലെ ഇത്ര ശതമാനമാണ് ഗ്രോത്ത്, ഇത്ര ശതമാനമാണ് ഗ്രോത്ത് ഇല്ലാതിരിക്കുന്നത്, ഡേറ്റ്, ഇതൊക്കെ PSCയുടെ ടെക്നിക്കാണ് എന്ത്, ടു മേക്ക് ദ ക്വസ്റ്റ്യൻ പേപ്പർ മോർ ഡിഫിക്കൽട്ട്. അല്ലെ 14th സെപ്റ്റംബർ 13th സെപ്റ്റംബർ ഡേറ്റ് കണ്ടാലും ഉറപ്പാണ്. ഡേറ്റ് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ എളുപ്പം പോലെ തോന്നും, പക്ഷേ അല്ല. ഡേറ്റ് ഓർമ്മയില്ലെങ്കിൽ പോയി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് അറിഞ്ഞാൽ പോലും ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, എന്നിരുന്നാലും പേപ്പർ 2 നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് എക്കണോമിക്സിന്റെ പോർഷൻസ് വാസ് വെരി ഡിഫിക്കൽട്ട്. ബട്ട് അതിന് പുറമെ ആയിട്ട് സയൻസിന്റെയും അതേപോലെയുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ലോജിക്കലി സോൾവബിൾ ആയിരുന്നു അല്ലെ. ഇവിടെയൊക്കെ നിങ്ങൾ എന്ത് ടെക്നിക്കാണ്, എന്ത് എലിമിനേഷൻ ടെക്നിക്കാണ് നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യാൻ? ഈ വാല്യൂ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റിൽ ഈ വാല്യൂ അഗെയിൻ അല്ല, 3 സ്റ്റേറ്റ്മെന്റിലും വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എവിടെയാണ് എലിമിനേഷൻ ടെക്നിക് യൂസ് ചെയ്യുക? UPSCയുടെ എലിമിനേഷൻ ടെക്നിക് നിങ്ങൾ എവിടെ യൂസ് ചെയ്യും? ആ ആസ്കിങ്. UPSCയുടെ എലിമിനേഷൻ ടെക്നിക്കാണ് എന്ത്, ഇങ്ങനെ ഡാറ്റ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, 90% തെറ്റാവാനുള്ള സാധ്യത ഉണ്ട്. എപ്പോഴും തെറ്റാണെന്നല്ലേ. ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം? സോ എലിമിനേഷൻ ടെക്നിക്കിനേക്കാൾ കൂടുതൽ നമ്മുടെ കോൺസെപ്റ്റുവൽ ക്ലിയർ വേണം. കോൺസെപ്റ്റുവൽ ക്ലിയർ. അതേപോലെ തന്നെ ഇനി മുതൽ എന്ത് ചെയ്യണം, പഠിക്കുന്ന സമയത്ത് എസ്പെഷ്യലി ഫോർ ദിസ് മെയിൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡാറ്റയും പെർസെന്റേജും കിലോമീറ്ററും ഒക്കെ ഓർത്ത് വെക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അഗെയിൻ അല്ലെ. വാല്യൂസ് വരുന്നു, വാല്യൂസ്. യെസ്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പിന്നീട് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാം. എന്നിരുന്നാലും പേപ്പർ 2യുടെ കേസ് നോക്കുകയാണെങ്കിൽ GKയിൽ യു ക്യാൻ സ്കോർ 20 മാർക്സ്. എന്തായാലും 20 മാർക്സ് ഒക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് GKയിൽ. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഒരു 13-14 മാർക്കൊക്കെ എന്തായാലും സ്കോർ ചെയ്യാം. 13-14 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യണം, മസ്റ്റാണ്. ഔട്ട് ഓഫ് 20 ആണ്. ഒരു 13 മാർക്കൊക്കെ എന്തായാലും സ്കോർ ചെയ്യുന്ന രീതിയിലാണ്. അതായത് ട്രഡീഷണൽ രീതിയിലല്ല ക്വസ്റ്റ്യൻസ് വന്നത്, PSC സാധാരണ ചോദിക്കുന്ന രീതിയിലല്ല ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും പഠിച്ചത് വെച്ചിട്ട് നമുക്ക് സോൾവബിൾ ആയിരുന്നു, മോർ ലോജിക്കലി ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഭയങ്കര കടുപ്പമൊന്നുമല്ല. മലയാളത്തിന്റെ കേസ് ആണെങ്കിലും അപ് ടു 30, ഒരു 18 മാർക്ക് 19 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ശരിയാണ്, ഇതിലൊക്കെ നെഗറ്റീവ്സ് അടിച്ചിട്ടുണ്ടാവും, ഒരുപാട് പേര് നെഗറ്റീവ്സ് അടിച്ചിട്ടുണ്ടാവും. സോ ഡെഫിനറ്റ്ലി പേപ്പർ 2 ഒരു സ്റ്റുഡന്റിന് ഒരു 48 മാർക്സ് മുതൽ ഒരു 52 മാർക്സ് നല്ല രീതിയിൽ പഠിച്ചൊരു കുട്ടിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിന്റെ മെയിൻ റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഉള്ളത് കൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി PSC ഉദ്യോഗാർത്ഥികൾക്ക് ഒരു എഡ്ജ് പേപ്പർ 2 വന്നിട്ടുണ്ടാവും. 48 മാർക്സ് 52 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പഠിച്ചവരുടെ കാര്യമാണ്, നല്ലോണം പഠിച്ചവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ മേളിൽ മാർക്ക് ചെയ്തവരുണ്ടാവും. ഇനി നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇംഗ്ലീഷ് 28, ഇംഗ്ലീഷ് മലയാളം 28. യെസ്, ഡെഫിനറ്റ്ലി ഡാർക്ക് ഏഞ്ചൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. മലയാളത്തിലൊക്കെ ഫുൾ അടിച്ചവരുണ്ട്, ഇംഗ്ലീഷിലും അതേപോലെ തന്നെ ഫുൾ അടിച്ചവരുണ്ട്. ഇങ്ങനെയുള്ളവരായിരുന്നു എന്താണ് ഡെഫിനറ്റ്ലി അവർക്ക് ഒരു എഡ്ജ് കിട്ടിയിട്ടുണ്ടാവും. സോ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പേപ്പർ 1ന്റെയും പേപ്പർ 2ന്റെയും ഒരു അനാലിസിസ് പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഞാനിവിടെ പറയുന്ന മാർക്ക് ദിസ് ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ മൈ പ്രഡിക്ഷൻ.
ശരിയാവാം, ശരിയാവാതെ ഇരിക്കാം. ഹൗവർ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് 77 മാർക്സ് ആയിരുന്നു. നിങ്ങൾക്കറിയാം കഴിഞ്ഞ തവണ 2100+. യെസ്, ബാക്കിയെല്ലാം കിട്ടി. യെസ്, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അങ്ങനെയുണ്ട്. 2100 പേരാണ് അന്ന് മെയിൻസ് എക്സാം എഴുതിയത്. 33 വാക്കൻസി ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. സ്ട്രീം 1ന്റെ കേസാണ് ഞാൻ പറയുന്നത്. അറൌണ്ട് ഒരു വാക്കൻസിക്ക് 60+ പേരെയാണ് അന്ന് മെയിൻസ് എഴുതാൻ PSC വിളിച്ചത്. ഓക്കെ, സോ ഈ പ്രാവശ്യം നമുക്കുള്ളത് 11 വേക്കൻസി ആണ്. ദ ബിഗ് ഹേർഡിൽ, ദ ബിഗ് പ്രോബ്ലം. ഈ 11 വേക്കൻസിയിൽ കഴിഞ്ഞ തവണത്തെ പോലെയാണ് PSC വിളിക്കുന്നതെങ്കിൽ ഒരു 700-800 ഇടയിലുള്ളവരായിരിക്കും എന്ത് മെയിൻസ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത്, അക്കോർഡിംഗ് ടു ദി ലാസ്റ്റ് KSന്റെ എക്സാം. ഇങ്ങനെയാണ് PSC വിളിക്കുന്നതെങ്കിൽ കട്ട് ഓഫ് വിൽ ബി ഹയർ. ഇനി PSCക്ക് തോന്നുകയാണ്, ഇത് PSCയുടെ ഡിസിഷനാണ്. ഇനി PSCക്ക് തോന്നുകയാണ് എന്ത്, ഇത് 5 വർഷത്തിന് ശേഷം PSC കണ്ടക്ട് ചെയ്ത ഒരു എക്സാം ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പേരെ എടുത്ത് കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യാം. അതായത് ഈ 700-800 അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 1000 പേരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ കോമ്പറ്റീഷൻ യഥാർത്ഥത്തിൽ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈ പേഴ്സണൽ ഒപ്പീനിയൻ കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. ഓക്കെ, കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. ഒരു 1000 പേരൊക്കെ വിളിച്ച് മെയിൻസ് ഒക്കെ എഴുതിച്ച് ഐ ഡോണ്ട് തിങ്ക് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. PSCക്ക് അത് തോന്നുവാണ്. ഒരു കോമ്പറ്റീഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മോർ നമ്പർ ഓഫ് ഉദ്യോഗാർത്ഥികൾ അവിടെ വേണം. അങ്ങനെയാണെങ്കിൽ PSC ഒരു 2000 പേരെ അല്ലെങ്കിൽ ഒരു 1500-നും 2000-നും ഇടയിൽ, എന്തായാലും ഇതിന്റെ ഇടയിലാട്ടോ വിളിക്കൂ. ഇതിന്റെ പുറമെ വിളിക്കാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. 2000-നും താഴെയുള്ളവരെ വിളിക്കുള്ളൂ. അത് തന്നെ മാക്സിമം ആണ്. മേ ബി 1000-നും 1500-നും ഇടയിലായിരിക്കും ഒരു കോള് വരിക മെയിൻസ് ക്രാക്ക് ചെയ്യുന്നവർ. എന്നിരുന്നാലും ഐ ആം പ്രെഡിക്റ്റിംഗ് ദാറ്റ് വൺ ഹു സ്കോർഡ് ബിറ്റ്വീൻ 85 മാർക്കിനും 90 മാർക്കിനും ഇടയിൽ സ്കോർ ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻസിന് പ്രിപ്പയർ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. ആൻഡ് ദിസ് ഈസ് ബേസ്ഡ് ഓൺ ഫൈനൽ ആൻസർ കീ. നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആൻസർ കീ വെച്ച് 85-90 ഉണ്ടെങ്കിൽ കാര്യമില്ല. PSCയുടെ ഡിലീഷൻസ് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ആൻസർ കീ പ്രകാരം നിങ്ങൾക്ക് ഈ മാർക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു പ്രിപ്പയർ ഫോർ മെയിൻസ്. ഇനി ഒരു കാര്യം, നിലവിൽ ഏത് ആൻസർ കീ വെച്ചിട്ട് നോക്കിയിട്ടും നിങ്ങൾക്ക് 100 മാർക്കിന് മുകളിൽ വരുന്നുണ്ടെങ്കിൽ, 100 മാർക്കിന് മുകളിലുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവാം, നിങ്ങൾ എന്ത് ചെയ്യുക, ഡെഫിനറ്റ്ലി പ്രിപ്പയർ ഫോർ മെയിൻസ്. ഇനി എല്ലാ കാറ്റഗറിയുടെയും കാര്യം ഞാൻ പറഞ്ഞുതരാം. 95 മാർക്കിന് മുകളിലുള്ളവരാണെങ്കിൽ പ്രിപ്പയർ ചെയ്തോളൂ മെയിൻസ്. കേട്ടോ, 95 മാർക്കിന് മുകളിലുള്ളവരാണെങ്കിലും പ്രിപ്പയർ ചെയ്തോളൂ മെയിൻസ്. 90 മാർക്കിന് മുകളിലുള്ളവരാണെങ്കിലും മെയിൻസിന് പ്രിപ്പയർ ചെയ്തോളൂ. യെസ് സ്നേഹ, ഡെഫിനറ്റ്ലി ഡിലീഷൻസ് ഒക്കെ വരാനുണ്ടല്ലോ. ഇനിയിപ്പോ എത്ര ഈ പറഞ്ഞ പോലെ ഡിലീഷൻസ് ഒക്കെ വരുമ്പോൾ അത് നമ്മൾ ശരിയാക്കിയ ഉത്തരമാണെങ്കിൽ നമുക്കത് പ്രശ്നമാവും. അതാണ്, ഡിലീഷൻസ് കൂടുമ്പോൾ അവിടെ ലക്കും ഒരു ഫാക്ടർ ആവും. അത് വലിയ പ്രശ്നമാണ്. അപ്പൊ ഡിലീഷൻസ് പരമാവധി ഇല്ലാതിരിക്കട്ടെ. ഡിലീഷൻസ് കൂടുമ്പോൾ നമ്മൾ ശരിയാക്കിയാണെങ്കിൽ മാർക്ക് പോയി, നമ്മുടെ മാർക്ക് പോയി. ആൻഡ് 85+ മുകളിൽ സ്കോർ ചെയ്തവരെല്ലാം ഓക്കെ, ഫൈനൽ ആൻസർ കീ പ്രകാരം നിങ്ങൾ മെയിൻസിന് പ്രിപ്പയർ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയല്ലോ നിങ്ങൾക്ക്. 85 to 90 ഇടയിൽ തന്നെയായിരിക്കും കട്ട് ഓഫ് വരിക. ആൻഡ് ഒരു കാര്യം കൂടി, കഴിഞ്ഞ തവണത്തെ പോലെയാണ് PSC ഉദ്യോഗാർത്ഥികളെ വിളിക്കുന്നതെങ്കിൽ, മെയിൻസ് എഴുതാൻ വിളിക്കുന്നതെങ്കിൽ 700-800 പേര് മാത്രമേ മെയിൻസ് എഴുതാൻ പോവുള്ളൂ. ആ സമയത്ത് എന്ത് സംഭവിക്കും, 90-ന്റെ മുകളിലേക്ക് കട്ട് ഓഫ് കിടക്കും. ഓക്കെ, 91-ഉം 92 ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു കുറച്ചുകൂടി ഉദ്യോഗാർത്ഥികളെ PSC വിളിക്കണമെന്നുണ്ടെങ്കിൽ, കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ 1500-2000-ന്റെ ഇടയിലൊക്കെ വിളിക്കുകയാണെങ്കിൽ
എന്താണ് കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയുണ്ട്. 85, 86 ഒക്കെ ആയിരിക്കും കട്ട് ഓഫ് വരിക. ആൻഡ് ദിസ് ഈസ് മൈ പ്രഡിക്ഷൻ. ഇതിന്റെ അർത്ഥം 80 മാർക്കിന് മുകളിൽ കിട്ടിയവരൊന്നും പഠിക്കേണ്ട എന്നല്ല. 80 മാർക്കിന് മുകളിൽ കിട്ടിയവരൊക്കെ പഠിക്കുക. പക്ഷെ ഡെഫിനറ്റ്ലി 85 മാർക്കിന് മുകളിൽ കിട്ടിയവർ എന്തായാലും പഠിക്കുക. മനസ്സിലായോ? 85 മാർക്കിന് മുകളിൽ കിട്ടിയവർ പഠിക്കണോ, എന്തായാലും പഠിക്കണം എന്ന് പറയുമ്പോൾ ബാക്കി 90, 95, 100 കിട്ടിയവർ എന്തായാലും പഠിക്കുക. ആൻഡ് വൺ തിങ് ഞാൻ പറയാം, 11 വേക്കൻസി മാത്രമേ ഉള്ളൂ. ലക്കും നമ്മുടെ ഒരു ഫാക്ടർ ആവണം. ഓക്കെ, മെയിൻസ് എക്സാമിനേഷൻ ഒക്കെ പറയുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ ലക്കും നമുക്കൊരു ഫാക്ടർ തന്നെയാണ്. നമ്മുടെ ആൻസേഴ്സിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയാ മാർക്ക് ഇൻക്രീസ് ആവുള്ളൂ, അല്ലെ? എന്തെങ്കിലും ബാക്കിയുള്ളവരെക്കാൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ്, അല്ലെ എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മുടെ ആൻസറിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫസ്റ്റിലേക്ക് കയറി എത്തുകയുള്ളൂ. അപ്പൊ മെയിൻസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മെയിൻസിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതൊക്കെ പിന്നെ. റൈറ്റ് നൗ ആസ് മൈ പ്രഡിക്ഷൻ, ഇതാണ് കട്ട് ഓഫ് പ്രഡിക്ഷൻ. ഇനി 85-നും 90-ന്റെ ഇടയിലൊക്കെ നിൽക്കുകയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ല, എന്ത് ചെയ്യാം? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് നോക്കി തുടങ്ങാം. ദിവസം ഒരു ആൻസർ എഴുതുക. അതെന്തായാലും പറ്റൂലേ? ദിവസം ഒരു ആൻസർ എഴുതുന്നതിന് ഈ പറഞ്ഞ പോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസും ഈ പറഞ്ഞ പോലെ ഈ KS-ന്റെ മെയിൻസ് ഒക്കെ ഒരുപാട് ടോപ്പിക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അത് പഠിക്കുക. ദിവസം ഒരു ആൻസർ എഴുതുക. അതിൽ വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. ഒരു ആൻസർ എഴുതാന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയും വലിയ നഷ്ടമുണ്ടോ നിങ്ങൾക്ക്? കൂടിപ്പോയാൽ ഒരു 10-15 മിനിറ്റ് അല്ല. KS-ന്റെ PYQ ഒക്കെ എടുക്കുക, മെയിൻസിന്റെ PYQ ഒക്കെ എടുക്കുക. 85 മാർക്കിന് മുകളിൽ കിട്ടിയ എല്ലാവരും എന്ത് ചെയ്യുക? PYQ ഒക്കെ എടുക്കുക. ഒരു ആൻസർ വെച്ച് എഴുതി തുടങ്ങുക. ഇപ്പം തന്നെ പതുക്കെ പതുക്കെ ഓരോരോ ആൻസർ വെച്ച് എഴുതി തുടങ്ങുക. റിസൾട്ട് വന്ന് നമ്മുടെ പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ദിവസം നമ്മൾ ഇൻക്രീസ് ചെയ്യും. 1 മന്തിൽ റിസൾട്ട് വരുമോ അഭിഷേക്? ഹൈ പോസിബിലിറ്റി. ഒരു മാസത്തിനുള്ളിൽ റിസൾട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. ഒക്ടോബറിലാണ് മെയിൻസ് എക്സാമിനേഷൻ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, KS-ന് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യരുത് കേട്ടോ. KS-ന് മാത്രം ഫോക്കസ് ചെയ്യരുത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞവരുണ്ടാവും. ഇനി സെക്കൻഡ് സ്റ്റേജിൽ കഴിയാൻ പോകുന്നവരുണ്ടാവും. സെക്രട്ടറി അസിസ്റ്റന്റ് നോക്കണേ. KS-ന്റെ പുറകിൽ മാത്രം പോകാൻ പാടില്ല. ബിക്കോസ് 11 വേക്കൻസി ഉള്ളൂ, അറിയാലോ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് 500+ വേക്കൻസീസ് നമുക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ട് അത് മറന്നു പോകാൻ പാടില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാം ഞാൻ നോക്കി. ഓക്കെ, യൂട്യൂബിൽ നോക്കിയ സമയത്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീ തെറ്റാണ്. അതായത് ഇവർ ചാറ്റ് GPT-യും ഡീപ് സീക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഉത്തരത്തിലേക്ക് എത്തുക. ഓക്കെ, ചാറ്റ് GPT ഒരുപാട് ഉത്തരങ്ങൾ തെറ്റായിട്ട് നൽകും. ഓക്കെ, നിങ്ങളൊരു ആൻസർക്ക് പ്രൊവൈഡ് ചെയ്യാമോ? അത് ഇറേഴ്സ് സംഭവിക്കാം, അതുകൊണ്ടാണ് പ്രൊവൈഡ് ചെയ്യാത്തത്. നാളെ നമുക്ക് പ്രൊവിഷണൽ റിലീസ് ആവും PSC-യുടെ. പ്രൊവിഷണലും അല്ല, ശരിക്കും ഫൈനൽ തന്നെ നോക്കണം നിങ്ങൾ. അത് ഞാൻ പറയുള്ളൂ. സോ ഐ തിങ്ക് ആരൊക്കെ മെയിൻസിന് പഠിക്കണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. എഗെയിൻ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിട്ട് കളിക്കാൻ പാടില്ല. ഓക്കെ, KS-ന്റെ പുറകെ പോയിട്ട് അത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, ASN എഡ്യൂക്കേറ്റർ, ASN അധ്യാപകൻ ഞാൻ പറയാണ്. അതിന്റെ പുറകെ പോയി KS-ന്റെ പുറകെ പോയി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മിസ്സാവാൻ പാടില്ല. 11 വേക്കൻസി ഉള്ളൂ. അഖിലിട്ട് കണ്ടോ? 11 വേക്കൻസി. 4 OC. ഓക്കെ, 1 EVS, 1 മുസ്ലിം, 1 OBC, 1 SC/ST. ഇത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാല് ഒരു റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് ഒരു EVS, ഒരാള്. UPSC പ്രിപ്പയർ ചെയ്യുന്നവര് 50+ ഒന്നും സ്കോർ ചെയ്യില്ല. അതൊക്കെ ചുമ്മാ പറയാണ്. പേരെന്താണ്? പേരില്ല. ഇതൊക്കെ കഴിഞ്ഞ തവണയും ചുമ്മാ പറഞ്ഞിട്ടുണ്ട്. എന്ത്? UPSC ആസ്പിറൻസ് വന്നു, 100+ സ്കോർ ചെയ്തു, അതുകൊണ്ട് കട്ട് ഓഫ്. UPSC ആസ്പിറൻസിന് ഒരിക്കലും ഇംഗ്ലീഷിലും മലയാളത്തിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത് അവർക്ക്. ഇവിടെ ഇവർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? ടിപ്പിക്കലി ഇവര് മലയാളവും ഇംഗ്ലീഷും പഠിക്കുന്നില്ല.
ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നത് PSC ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ്. ഡാർക്ക് ഏഞ്ചൽ OC 4 ഉള്ളൂ. യെസ്, OC 4 ഉള്ളൂ. ഇതിന്റെ പുറകെ പോയിട്ട് നമുക്ക് ജോലി ഇല്ലാതാവാൻ പാടില്ല. ഇതിപ്പോ PSC ലിസ്റ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി ഒരു 25 പേരുടെ ഒക്കെ ലിസ്റ്റ് ആയിരിക്കും റിലീസ് ചെയ്യുക, ഫൈനൽ റാങ്ക് ലിസ്റ്റ്. റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പേര് കണ്ടിട്ട് കാര്യമില്ലല്ലോ, ജോലി കിട്ടണമല്ലോ. നോ മലയാളം ഓപ്ഷനിൽ എടുത്തവർക്കൊന്നും ഒരു എഡ്ജ് ഉണ്ടാവില്ല. അങ്ങനെ എഡ്ജ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ കേസിന്റെ കട്ട് ഓഫ് 95 വരേണ്ടതാണ്. എന്തുകൊണ്ട് വന്നില്ല? അതൊക്കെ ചുമ്മാ പറയാൻ കേട്ടോ. അല്ല UPSC കഴിഞ്ഞ തവണയും ഈ 3-4 വർഷം UPSC പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാം എഴുതിനല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് കട്ട് ഓഫ് 77 വന്നത്? എന്തുകൊണ്ട് വന്നു? ആലോചിക്കുക. ഡെഫിനറ്റ്ലി 85+ സ്കോർ ചെയ്തവരൊക്കെ പ്രിപ്പയർ ചെയ്യുക. സോ നമുക്ക് ഈ സെക്ഷൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാലോ അല്ലെ. ഇനി നമുക്ക് മെയിൻസിന്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ഇതിലേക്ക് വരാം. ഐ നോ, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതില് മാർക്ക് കുറഞ്ഞു പോയവരോട് കൂടി ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്കൊരു നിങ്ങളുടെ ഭാഗ്യമാണ്. നിങ്ങളുടെ മാർക്ക് കുറഞ്ഞത് നിങ്ങളുടെ ഒരു ഭാഗ്യമായി കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് മാത്രം പ്രിപ്പയർ ചെയ്യുക കേട്ടോ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് ഇതിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമായി കണ്ടുകൊണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മാത്രം പ്രിപ്പയർ ചെയ്യുക. ടോപ്പ് 100-ൽ എത്തിപ്പെടുക, ജോലി ഉറപ്പിക്കുക. KASന്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ദർ ഇസ് നോത്തിങ് അല്ലെ, നത്തിങ്. ഒരു വ്യക്തി ഒരു കാറ്റഗറിയിൽ നിന്ന് ഒരാള് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുള്ളൂ അല്ലെ. ഈ 11 വേക്കൻസീസിനൊക്കെ നമ്മൾ 11 വേക്കൻസി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആദ്യത്തെ ടോപ്പ് 10-ൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമില്ല. PSCയുടെ റിസർവേഷൻ ചാർട്ടൊക്കെ അറിയുന്നവർക്ക് അറിയാം. ഫസ്റ്റ് ആദ്യം എന്ത് ചെയ്യും, ജനറൽ അല്ല 1-ാം റാങ്കുകാരന് അത് ഏത് കാറ്റഗറി ആണെങ്കിലും അദ്ദേഹം പോകും, കുഴപ്പമില്ല. രണ്ടാം അല്ലെ, ഇവിടുന്ന് മുതൽ റിസർവേഷൻ വരികയാണ്, ഒരു കാറ്റഗറി പോവും. 3-ാമത്തെ റാങ്കുകാരന്റെ റിസർവേഷൻ വരും. 4-ാമത്തെ ആള് റിസർവേഷൻ വരും. ഈ രീതിയിലായിരിക്കും പോവുക. സെക്കൻഡ് അഡ്വൈസ് പോകാൻ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്കാണ്. തേർഡ് അഡ്വൈസ് പോകാൻ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്കാണ്. ഫോർത്ത് അഡ്വൈസ് പോകാൻ റിസർവേഷൻ കാറ്റഗറി. അപ്പൊ 2-ാം റാങ്കുകാരൻ എപ്പാണ് അഡ്വൈസ് വരിക? ആ ജനറൽ കാറ്റഗറി ആണെങ്കിൽ അല്ലെ. ഈ റിസർവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ടേണിലായിരിക്കും വരിക. നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട് അത് വരാനുള്ള സാധ്യതയും കുറവാണ്. ആ 50% OCക്കാണ് കേട്ടോ, ഓപ്പൺ കാറ്റഗറിക്കാണ്. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. റൈറ്റ്. അപ്പോ ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് 100% പഠിച്ചു തുടങ്ങുക ഇപ്പം തന്നെ. phase 1 ഒക്കെ എഴുതിയിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഇനി phase 2 എഴുതാൻ പോകുന്നവർ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ KS എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പേപ്പർ 2-ന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അല്ല, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിട്ട് മെയിൻസിന് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിനും കേട്ടോ. അല്ലാതെ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നു വേണ്ട. KSന് മാർക്ക് കുറഞ്ഞു എന്നൊക്കെ വിചാരിച്ചിട്ട് അതിന്റെ ഒന്നും ഒരു കാര്യമില്ല. മാർക്ക് കുറഞ്ഞത് നന്നായി എന്ന് വിചാരിച്ച് പഠിക്കുക. അതെ, 1 മുതൽ 4 റാങ്കിൽ, അതായത് ടോപ്പ് 4-ൽ വരണം. ഓക്കെ, ജനറൽ കാറ്റഗറി ആണെങ്കിലും ആരാണെങ്കിലും 4 ആൾക്ക് മാത്രമേ ഓപ്പൺ കാറ്റഗറിയിൽ പോവുള്ളൂ. ബാക്കിയുള്ള വാക്കൻസീസ് റിസർവേഷൻ കാറ്റഗറിയിലേക്ക് വരും കേട്ടോ. അപ്പൊ അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പഠിക്കാതിരിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് കേട്ടോ. സോ നമുക്ക് ഈ സെക്ഷൻ കൺക്ലൂഡ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഇതിന്റെ റെക്കോർഡിങ്സ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. സോ ഓൾ ദി ബെസ്റ്റ്, കീപ് ലേണിംഗ്. നമുക്ക് മെയിൻസിന്റെ പ്രോഗ്രാം ഒക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ അടുത്ത സെക്ഷനിൽ കാണാം. ഓക്കെ, സോ ബൈ.